കുട്ടികൾ ഒരുപാട് മാറുന്നു. സമൂഹത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പല തരത്തിലുള്ള ദുരന്തങ്ങളിലാണ് കുട്ടികൾ പലപ്പോഴും ചെന്ന് പെടുന്നത്. എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് മുതലക്കണ്ണീരൊഴുക്കിയത് കൊണ്ടോ കുറേ അതിനെപ്പറ്റി കുറേ ചർച്ച ചെയ്യുകയും 4 ദിവസം കഴിയുമ്പോൾ അതെല്ലാം മറന്ന് വീണ്ടും പഴയപടി പോകുന്ന ഒരു രീതി നമ്മൾ മാറ്റിയേ പറ്റൂ. കുട്ടികളൊന്നും ആയിട്ടുള്ള ഒരു ലോകത്തല്ല ജീവിക്കുന്നത്. അവരിൽ ഒരുപാട് അരക്ഷിതാവസ്ഥകളുണ്ട്, അവരിൽ ഒരുപാട് പേടിയുണ്ട്, അവരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അവരുടെ മാനസിക ആരോഗ്യത്തിലൊക്കെ ഒത്തിരി വിള്ളലുകളുണ്ട്. അതുകൊണ്ട് വലിയ ശക്തമായ പ്രവർത്തനങ്ങൾ ഈ രംഗത്ത് ആവശ്യമാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ ഇടപെട്ട 2-3 സംഭവങ്ങൾ ആണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് മുഴുവൻ കേൾക്കുകയും ഇതിനോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുക. ആരോഗ്യപരമായൊരു പ്രതികരണം കൂടി പ്രതീക്ഷിക്കുന്നു. കുട്ടികളെ മനസ്സിലാക്കുന്നതിൽ വലിയ വീഴ്ചകളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഉണ്ടായ 2-3 സംഭവങ്ങൾ ഞാനതുമായിട്ടൊക്കെ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഒക്കെ ഇടപെട്ടിട്ടുള്ളത് കൊണ്ട് ഇത് ഒരു പൊതുസമൂഹത്തിൻ്റെ അറിവിലേക്കും കൂടെ പങ്കുവയ്ക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ഏറ്റവും ലേറ്റസ്റ്റായിട്ട് കേട്ടത് ഒരു 20 വയസ്സുള്ള ഒരു പയ്യൻ, അവന് സൈബർ അഡിക്ഷൻ, ഗെയിം അഡിക്ഷൻ, പെട്ടെന്നൊരു ദിവസം ആത്മഹത്യ ചെയ്യുന്നു. പയ്യനെപ്പറ്റി എല്ലാവർക്കും അറിയാവുന്ന വളരെ പാവം ഒരു പയ്യനാണ്, പഠിക്കാനൊക്കെ വളരെ മിടുക്കനാണ്, എൻജിനീയറിങ്ങിന് പഠിക്കുകയാണ്. അപ്പോൾ നമുക്ക് പൊതുവായിട്ടുള്ള അറിവുകളെന്ന് പറയുന്നത് ഒരു നല്ല പയ്യനാണ്, എൻജിനീയറിങ്ങിന് പഠിക്കുകയാണ്, പാവമാണ്, പഠിക്കാൻ മിടുക്കനാണ്. ഇപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള അറിവുകൾ വെച്ചുകൊണ്ട് നമ്മൾ കുട്ടിയെ സമീപിക്കുന്നു. നമ്മൾ മാതാപിതാക്കൾ അവൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നില്ല, അവൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കുന്നില്ല, അവൻ എവിടേക്കാണ് പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല. മാതാപിതാക്കളോടൊപ്പം ജീവിക്കുന്ന സമയത്ത് തന്നെ ഒരു രാത്രിയിൽ പെട്ടെന്ന് അവൻ ആത്മഹത്യ ചെയ്യുന്നു, ഈ ലോകത്തു നിന്ന് കടന്നു പോകുന്നു. പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാര്യത്തെപ്പറ്റി ഏകദേശം ഒരു രൂപം ഉണ്ടായിട്ടൊരു ദുരന്തം സംഭവിക്കുമ്പോൾ ആ ദുരന്തത്തിൻ്റെ ഇമ്പാക്റ്റ് വളരെ കുറവായിരിക്കും. പലപ്പോഴും സംഭവിക്കുന്ന സർപ്രൈസുകളാണ്. നമ്മൾ ഞെട്ടുകയാണ്. കാരണം അതുവരെ ഉണ്ടായിരുന്ന മനസ്സിലാക്കലുകളെ എല്ലാം തെറ്റിച്ചുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം വളരെ പ്രധാനമായിട്ട് ഇത്തരം സംഭവങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ കുട്ടികളെ ശരിക്കും മനസ്സിലാക്കുന്നില്ല. വെറും അറിവല്ല, മനസ്സിലാക്കൽ കുറച്ചുകൂടി ഉയർന്ന ഒരു പ്രക്രിയയാണ്. ഒരു കുട്ടി അവൻ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, അവൻ്റെ മൂല്യങ്ങൾ, അവൻ്റെ ചിന്തകൾ, അവൻ്റെ സ്വപ്നങ്ങൾ, അവൻ്റെ പേടികൾ, ഇതൊക്കെ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ആ കുട്ടിയുടെ ജീവിതത്തിൽ ഫലപ്രദമായി ഇടപെടാനും നല്ല ഡിസ്കഷൻസ്, പ്രത്യേകിച്ച് ഈ ടീനേജ് കാലത്തൊക്കെ കുട്ടികളുമായി ധാരാളം ചർച്ചകൾ വേണ്ടിവരും. അങ്ങനെയാണ് അവരുടെ മൂല്യബോധത്തിലും അവരുടെ സംസ്കാരത്തിലും അവരുടെ ചിന്താഗതിയിലുമൊക്കെ ആ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നത്. പലപ്പോഴും ഈ ടീനേജ് കുട്ടികളുമായിട്ടുള്ള ചർച്ചകളിലെല്ലാം പഠിത്തം, മാർക്ക്, ഫ്യൂച്ചർ, പണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ലളിതമായ സന്തോഷകരമായ ചർച്ചകളൊന്നും പലപ്പോഴും നടക്കുന്നില്ല. ഒരു ലാഭമാണ് അവിടെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ടോക്കുകളിലൂടെയൊക്കെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പക്ഷേ ഒരു ജീവനെ അതിൻ്റെ ശ്രേഷ്ഠതയോടെ നിലനിർത്തുന്നത് പലപ്പോഴും അത്തരത്തിലുള്ള മെറ്റീരിയൽ ടോക്കുകളിലൂടെ അല്ല, ആ ജീവൻ്റെ ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഗുണപരമായ ടോക്കുകളിലൂടെയാണ്. അതിലേക്കൊരു ട്രാൻസ്ഫോർമേഷൻ സമൂഹത്തിലെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ഈ പണമുള്ള വീടുകളിലാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് കാണുന്നത്. രണ്ടാമത്തെ ഒരു കേസ് കണ്ടത്, ഒരു വിദേശ രാജ്യത്ത് MBBS പഠിക്കാനായിട്ടൊരു കുട്ടിയെ വിടുന്നു. അവൾക്ക് ഇഷ്ടമായിരുന്നു എന്നൊക്കെയാണ് അതിന് ശേഷം, ഈ ദുരന്തത്തിന് ശേഷം പറയുന്നത്. കുട്ടി പോയത് വളരെ ആരോഗ്യമായി വിദേശത്തേക്ക് പോയൊരു കുട്ടിയാണ്. പക്ഷെ തിരിച്ചു വന്നത് 1.5 വർഷം 2 വർഷത്തിന് ശേഷം മരിച്ചാണ് തിരിച്ചു വരുന്നത്. ആത്മഹത്യ ചെയ്തതാണ് കുട്ടി. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണം? പലപ്പോഴും നമ്മൾ പേരൻസിന് ആകെ അറിയാവുന്നത് എൻജിനീയറും ഡോക്ടറും മാത്രമാണ്. പേരൻസിൻ്റെ പ്രസ്റ്റീജിന് വേണ്ടി, ദുരഭിമാനത്തെ, ആർത്തിയെ ഒക്കെ താലോലിക്കാൻ വേണ്ടി പലപ്പോഴും ഈ കുട്ടികളെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്യിക്കുന്നു. ഈ കൗൺസിലിംഗ് പോലും ഇങ്ങനെയുള്ളതിനൊക്കെ സമ്മതിപ്പിക്കാൻ വേണ്ടിയുള്ള കൗൺസിലിംഗ് വരെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ അത്ര ഏജൻസുമാരെ കൊണ്ടൊക്കെ ഒരുപാട് ഫോൾസ് ക്ലെയിംസൊക്കെ കൊടുത്ത് കുട്ടികളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട്, ഇതെല്ലാം കള്ളത്തരമാണ്. സത്യത്തിൽ ഓരോ കോഴ്സും പഠിക്കാനുള്ള
അതിൻ്റെ ശരിയായിട്ടുള്ള റിയാലിറ്റീസൊക്കെ മനസ്സിലാക്കിച്ച് വേണം കുട്ടികളെയൊക്കെ ഓരോന്നിനും വിടാൻ. അങ്ങനെയൊന്നുമല്ല, ശരിയായ ഗൈഡൻസിനൊന്നും കുട്ടികളെ കൊണ്ടുപോയില്ല. കാരണം വാസ്തവം കുട്ടികൾ അറിഞ്ഞാൽ അതിന് സമ്മതിച്ചില്ലെങ്കിലോ അത്തരത്തിൽ നീചമായ അവസ്ഥയാണ് പലപ്പോഴും സമൂഹത്തിൽ കാണുന്നത്. നമ്മൾ കുട്ടികളെ കയറ്റി അയക്കുന്നു, തിരിച്ച് മരിച്ചവർ തിരിച്ചു വരുന്നു. ഒരു പിന്നെ പോളിത്തീൻ കവറിൽ തിരിച്ചു വന്ന കുട്ടി ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തെല്ലാം സാധ്യതകളുണ്ടായിരുന്നൊരു കുട്ടിയാണ്. ഒരു മെഡിസിന് നമ്മൾ വിട്ട കുട്ടി എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് ആ കുട്ടിക്ക് സാധ്യതയുണ്ടായിരുന്നു. ആ കുട്ടിയെ ദൈവം സൃഷ്ടിച്ചത് എന്തിനാണെന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം സമൂഹത്തിൽ കരിയർ സംബന്ധമായ നല്ല ലിറ്ററസി ഇല്ലാത്തത് കൊണ്ടാണ്. എല്ലാവരും ഇതിനു വേണ്ടി പരിശ്രമിക്കണം. സ്കൂളുകളിൽ ഇത്തരം കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. കുറേ ഏജൻറ്റുമാരും ബ്രോക്കർമാരും തട്ടിപ്പുകാരും ഒക്കെ വന്നാണ് സ്കൂളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തുക. അതിൻ്റെ ഇരകളായിട്ടാണ് പലരും മാറുന്നത്. സ്കൂളുകളിൽ നല്ല ഗൈഡൻസ് ഇല്ല, പള്ളികളിലില്ല, സമൂഹത്തിലെ ഒരു വേദികളിലുമില്ല. ഞാൻ കാണുന്നത് ഈ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സൊക്കെ ജയിച്ച കുട്ടികളെയൊക്കെ വിളിച്ച് കൂട്ടിയിരുത്തി കുറേ പ്ലാസ്റ്റിക്കും തടിക്കഷ്ണങ്ങളും ഒക്കെ കൊടുത്ത് അനുമോദന സമ്മേളനം എന്തുവാണോ നടത്തുന്നത്. 4ാം ക്ലാസ്സും കുസ്തിയും കഴിഞ്ഞ കുറേ പേരാണ് സ്റ്റേജിൽ കിടന്ന് പ്രകടനം കാണിക്കുന്നത്. ഇതൊക്കെയാണ് സമൂഹത്തിൽ നടക്കുന്നത്. ആ കുട്ടികളെ വിളിച്ചിരുത്തി അവർക്ക് നല്ലൊരു ഗൈഡൻസ് കൊടുക്കാനുള്ള മാന്യതയും ആ തരത്തിലുള്ള ദർശനവും എത്ര പേർക്കുണ്ട്? മൂന്നാമത്തെ ഒരു സംഭവം അതിനേക്കാളും പ്രയാസമേറിയതാണ്. കഴിഞ്ഞ അക്കാഡമിക് ഇയറിൻ്റെ അവസാനം പരീക്ഷ സമയമായി. ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുന്നേയില്ല. പെട്ടെന്ന് മിഡിൽ ഈസ്റ്റിലാണ്, ഗൾഫിലെ ഒരു പോഷായിട്ടുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. പെട്ടെന്ന് അതിലിടപെടാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. ഞാൻ മനസ്സിലാക്കിയത് ആ കുട്ടി ഒരു വലിയ മാനസിക രോഗത്തിൽപ്പെട്ട് കഴിയുകയാണ്. വളരെ നേരത്തെ തന്നെ ആ മാനസിക രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ആ കുട്ടി കാണിച്ചിരുന്നു. അതൊന്നും പേരൻസ് മനസ്സിലാക്കിയില്ല, സ്കൂളുകാർ മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഇതിലൊന്നും പരിശീലനങ്ങളില്ല. മാതാപിതാക്കൾക്ക് ഒരു പ്രശ്നം വന്നാൽ അത് ഒന്ന് പുറത്ത് അന്വേഷിക്കാനോ അല്ലെ ആരെങ്കിലും ഒന്ന് കാണാനോ കൺസൾട്ട് ചെയ്യാനോ ഉള്ള ഒരു മനസ്സില്ല. ദുരന്തം വന്നു കഴിയുമ്പോഴാണ് ഈ കുട്ടി പുറത്തേക്ക് ഇറങ്ങാതെ വീട്ടിനകത്ത് മുറിക്കകത്ത് ഇരിക്കുകയും ആഹാരം കഴിക്കാതിരിക്കുകയും ആത്മഹത്യാശ്രമം നടത്തുകയും ഒക്കെ ചെയ്യപ്പോൾ നിവർത്തിയില്ലാതെ അന്വേഷിക്കുകയാണ്. അങ്ങനെയല്ല, ദുരന്തം വരുമ്പോഴല്ല അന്വേഷിക്കേണ്ടത്. ഒരു കുട്ടിയിൽ പ്രയാസങ്ങൾ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഒരു 2 വർഷമായിട്ട് ആ കുട്ടി ഒരു പ്രയാസങ്ങൾ കാണിച്ചു തുടങ്ങിയതാണ്. പക്ഷേ ആ സമയത്തെല്ലാം അത് മൂടി വച്ചിരുന്നു. കുറച്ചുകൂടെ അന്വേഷിച്ചപ്പോൾ അതിൻ്റെ പിതാവിനും ഇതിൻ്റെ ലക്ഷണങ്ങൾ ട്രീറ്റ് ചെയ്യപ്പെടാത്തൊരു മാനസിക രോഗം പിതാവും കൊണ്ട് നടക്കുന്നുണ്ട്. ഇത്തരത്തിലൊക്കെയുള്ള അവസ്ഥയിലേക്ക് കുടുംബങ്ങൾ എന്തുകൊണ്ട് പോകുന്നു? അപ്പം നമ്മൾ ഈ സമൂഹത്തിൽ മതമെന്നൊക്കെ പറഞ്ഞ് കുറേ തട്ടിപ്പ് നടത്താതെ അവർക്കൊക്കെ വളരെ ആരോഗ്യപരമായ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടാം. കുറേ മുതലക്കണ്ണീർ കാണിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുരന്തം ഉണ്ടാകുമ്പോൾ കുറേ ബഹളം വെച്ച് കുറേ ചർച്ചകൾ നടത്തി അല്ല. നമുക്ക് ലോകം മാറുകയാണ്, കുട്ടികൾ മാറുകയാണ്, സമൂഹത്തിലെ വെല്ലുവിളികളെല്ലാം മാറുകയാണ്. പുതിയ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് സംഭവിക്കുന്നുണ്ട്. നമ്മളറിയാത്ത ഒത്തിരി കാര്യങ്ങളിൽ കുട്ടികൾ ഇടപെടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ കുഞ്ഞിനെയും രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇത് അടുത്ത വീട്ടിൽ മാത്രമേ സംഭവിക്കുള്ളൂ എന്ന് ആരും കരുതണ്ട. യു ആർ നെക്സ്റ്റ്. അടുത്തത് എൻ്റെ വീട്ടിലാണ്. ഞാനും ജാഗൃതമായിട്ടിരിക്കുക. ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് എൻ്റെ മക്കൾക്ക് ഇത് വരുത്തില്ല എന്നൊന്നുമില്ല. നമ്മളെപ്പോഴും ജാഗ്രതരായിട്ടിരിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രവർത്തിക്കുക, എപ്പോഴും പുതിയ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള പ്രതിരോധങ്ങൾ സൃഷ്ടിക്കുക. ഒരു ചേഞ്ച് മാനേജ്മെൻറ്റ്, ഒരു ചേഞ്ച് ട്രാൻസിഷൻ ലീഡർഷിപ്പ്, ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. സാമൂഹ്യ രംഗത്ത് കുറേ ബിൽഡിങ്ങുകളും റോഡുകളും ഒന്നും അല്ല ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ക്വാളിറ്റേറ്റീവായിട്ടുള്ള പുരോഗതിയാണ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. മനുഷ്യൻ പുരോഗമിച്ചാൽ എല്ലാം പുരോഗമിക്കും. കുറേ ഉഡായിപ്പ് പരിപാടികളുമൊക്കെ ആയിട്ട് എല്ലാവരും നടക്കുകയാണ്. മനുഷ്യനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, മനുഷ്യനിൽ രൂപാന്തരം സൃഷ്ടിക്കുക. അത്ര എളുപ്പമല്ല, എല്ലാവർക്കും പറ്റത്തുമില്ല. കൈയടി വാങ്ങിക്കാനും പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയും ഒന്നും ചെയ്യില്ല. പക്ഷേ ആത്യന്തികമായി നമ്മളുടെ നിക്ഷേപം വരേണ്ടത് മനുഷ്യനിലേക്കാണ്. മനുഷ്യന് ആശ്വാസവും സന്തോഷവും സമാധാനവും വിദ്യാഭ്യാസവും പുരോഗതിയും ഒക്കെ ഉണ്ടാകുമ്പോൾ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും അവൻ പരിഹാരമായി മാറും. ഇതാണ് സംഭവിക്കുന്നത്. അത്തരത്തിലേക്ക് ചിന്തിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. താങ്ക് യു സോ മച്ച്.